നമസ്കാരം. എൻഡിഎയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഴ്ത്തപ്പെട്ട സാംഭവി തന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രധാനമന്ത്രിയോട് രേഖപ്പെടുത്തി. ബീഹാറിലെ സമസ്തിപൂർ സംവരണ മണ്ഡലത്തിൽ നിന്ന് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുടെ ടിക്കറ്റിലാണ് 25-കാരിയായ സംഭവി മത്സരിക്കുന്നത്. ശനിയാഴ്ച ദർഭംഗ റാലിയിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തിൽ സംഭവി മതിമറന്നുപോയി. ദളിതരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് അദ്ദേഹം പുലർത്തുന്ന ബഹുമാനമാണ് ഇത് കാണിക്കുന്നത്. ഇത് തനിക്ക് വലിയ ഉത്തരവാദിത്ത ബോധവും നൽകുന്നുവെന്ന് സംഭവി പറയുന്നു. ഈ സ്നേഹത്തിനും അനുഗ്രഹത്തിനും വാത്സല്യത്തിനും ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദിയുള്ളവളാണ്. പ്രധാനമന്ത്രി എന്നെ മകളെന്ന് വിളിച്ചു. സമസ്തിപൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ഏറ്റവും ഇളയ മകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ദയവായി അവളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ വോട്ടുകൾ അവൾക്ക് അനുകൂലമാക്കുകയും ചെയ്യുക. സമസ്തിപൂർ ലോക്സഭയുമായുള്ള അദ്ദേഹത്തിന്റെ മകളുടെ ബന്ധം അഭേദ്യമായിരിക്കുന്നു. മെയ് 13 ലോക് ജനശക്തി പാർട്ടിയുടെ ഹെലികോപ്റ്റർ ചിഹ്നത്തിൽ റെക്കോർഡ് വോട്ടിംഗ് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, സംഭവി പറഞ്ഞു. തനിക്ക് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നു. താൻ ജനിച്ചതും വളർന്നതും ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ്. അത് തീർച്ചയായും തന്റെ വ്യക്തിത്വത്തെയും വ്യക്തിപരമായ താല്പര്യങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം താൻ വ്യക്തമായി പറയട്ടെ, ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്നത് ഒരു വിജയത്തിന് ഉറപ്പു നൽകുന്നില്ല, മറിച്ച് പ്രകടനമാണ് മുഖ്യം. ജനങ്ങളുടെ ഹൃദയം കീഴടക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല, അത് കഠിനമായ ജോലിയാണ്. തനിക്ക് സ്വയം തെളിയിക്കേണ്ടി വരുമെന്നും സംഭവി പറഞ്ഞു. ബീഹാറിൽ വികസനത്തിന്റെ വിശപ്പുണ്ട്. എന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ. കഴിഞ്ഞ 20 ദിവസമായി ഞാൻ എന്റെ നിയോജക മണ്ഡലം സന്ദർശിക്കുന്നു. മുമ്പ് MP സന്ദർശിച്ചിട്ടില്ലാത്ത പ്രദേശങ്ങൾ സമസ്തിപൂരിലുണ്ട്. അത്തരം മേഖലകൾക്ക് വികസനം ആവശ്യമാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ സൃഷ്ടിക്കൽ, നിക്ഷേപം എന്നിവയായിരിക്കും എന്റെ മുൻഗണനാ മേഖലകൾ. ആധുനിക സമസ്തിപൂരിനായി എനിക്ക് വിപുലമായ പദ്ധതിയും കാഴ്ചപ്പാടുമുണ്ട്. ബീഹാറിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനും പ്രത്യേകിച്ച് സമസ്തിപൂരിനും വേണ്ടിയുള്ള തന്റെ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ബീഹാർ ക്ഷേത്രങ്ങളിൽ ദളിത് പുരോഹിതരെ അവതരിപ്പിച്ച് സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ ഭാര്യ പിതാവ് ആചാര്യ കിഷോർ പുനാലിൽ നിന്ന് താൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവെന്നും സംഭവി കൂട്ടിച്ചേർത്തു. മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായ മനുഷ്യസ്നേഹിയും പണ്ഡിതനുമായ ആചാര്യ കുനാലിന്റെ മകൻ സായൽ കുനാലിനെയാണ് സംഭവി ചൌധരി വിവാഹം കഴിച്ചത്. സംഭവി ചൌധരിയുടെ പിതാവ് അശോക് ചൌധരി JDUവിലും നിതീഷ് കുമാർ മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള മന്ത്രിമാരിലും ഒരാളുമാണ്. നേരത്തെ അച്ഛൻ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ തലവനായിരുന്നു. അവരുടെ മുത്തച്ഛൻ പരേതനായ മഹാവീർ ചൌധരി കോൺഗ്രസ് ബീഹാർ ഭരിക്കുമ്പോൾ അതേ പാർട്ടിയിലും സംസ്ഥാന മന്ത്രിയുമായിരുന്നു. ബീഹാറിലെ സമസ്തിപൂർ, ദർഭംഗ, ഉജിയാപൂർ, ബഗുസരായ്, മുൻഗർ എന്നീ ലോക്സഭാ സീറ്റുകളിലേക്കാണ് മെയ് 13 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.